കരിമണലിൽ CPM വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീണു. ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്ക് CPM മുതിരില്ല. എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ്. ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും. അതിനുശേഷം കേസ് അന്വേഷണം CBIക്ക് വിടും. എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും ആശ്വാസമേകും. മാത്യു കുഴൽനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി മാറുകയാണ്. സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് 2019 ഫെബ്രുവരിയിലാണ്. ഇതിന് 4.5 വർഷം കഴിഞ്ഞാണ് CMRL ലഭിച്ച കരാർ റദ്ദാക്കിയത്. റദ്ദാക്കിയ ഉത്തരവിറക്കുന്നതിന് 3.5 മാസം മുൻപാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വരുന്നത്. അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുന്നു. ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അടുത്ത നടപടികൾ നിർണായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന് പിന്നാലെയാണ്. ഈ 3 പേരുടെയും തീരുമാനം അതിനിർണായകമാണ്. SFIO അതിവേഗ നിഗമനത്തിലെത്തിയാൽ അടുത്ത നിമിഷം തന്നെ CBI അന്വേഷണം വരാൻ സാധ്യത ഏറെയാണ്. CMRLൻ്റെ ഉപകമ്പനിയായ കേരള റയർ എർത്ത് ആൻഡ് മിനറൽസ്, അതായത് KREML എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത്. ഈ കമ്പനിയാണ് CMRLനായി ഖനനത്തിനുള്ള കരാർ നേടിയത്. പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിൻറ്റ് വെഞ്ചർ സാധ്യത തേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിക്കുന്നു. ഇതിന് രേഖകളുടെ പിൻബലവുമുണ്ട്. ഇതിനുവേണ്ടിയാണ് മാസപ്പടി എന്ന ആരോപണം വിവാദത്തിന് പുതിയ തലം നൽകുന്നത്. നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു കുഴൽനാടൻ്റെ ശ്രമം. എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ലെന്ന വാദത്തിൽ സ്പീക്കർ ഷംസീർ അനുവാദം നിഷേധിച്ചു. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകുന്നുണ്ട് എന്നും ഇതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു. സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന 2019 ഫെബ്രുവരിയിലെ കേന്ദ്രത്തിൻ്റെ ഉത്തരവ് പിന്നാലെ CMRL നൽകിയ കരാർ സർക്കാരിന് റദ്ദാക്കാമായിരുന്നു. എന്നാൽ 2023 ഡിസംബർ 18 കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത്. 2023 ഓഗസ്റ്റിലാണ് വീണ വിജയനെതിരെ മാസപ്പടി ആരോപണം വരുന്നത്. അങ്ങനെയല്ല കാര്യങ്ങളെന്നായിരുന്നു CPM പറഞ്ഞിരുന്നത്. എന്നാൽ രേഖ പുറത്തു വന്നതോടെ എല്ലാം മാറിമറിഞ്ഞു. CMRLനായി സേവനം ചെയ്തു കൊടുത്തത് വീണയല്ല പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. 2016 സുപ്രീം കോടതി CMRLന് ഖനനം നടത്താൻ അനുമതി നൽകാമെന്നാണ് വിധിച്ചത്. മാത്യു പറയുന്നത് പോലെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ അവർക്ക് ഖനനം നടത്താൻ അനുമതി നൽകാമായിരുന്നില്ലേ എന്നാണ് CPM നേതാക്കൾ ചോദിക്കുന്നത്. 2019 മാത്രമാണ് സ്വകാര്യ കമ്പനികൾക്ക് ഖനനം വിലക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത്. അതിനു മുൻപ് തന്നെ ഖനനം പൊതുമേഖലയിൽ മാത്രമെന്ന നയം 1ാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. CMRLന് ഖനനത്തിന് അനുമതി നൽകിയതുമില്ല എന്നിങ്ങനെയാണ് മാത്യുവിൻ്റെ ആരോപണങ്ങളെ CPM ഖണ്ഡിക്കുന്നത്. മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കുവാൻ 2019 കേന്ദ്രം തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ച് 2004 CMRLന് കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിങ് വിഭാഗം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി. ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടി നടക്കുമ്പോഴാണ് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം. പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു. ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ CMRLന് അനുകൂലമായി തീരുമാനം ഉണ്ടാകുമായിരുന്നുവെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു.